നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ശത്രുവും മിത്രവും. അതായത് ഭഗവാനോട് ശത്രു എന്നുള്ള നിലയിലായിട്ട് ഭക്തിയുള്ളവരും, അതായത് ശത്രുഭക്തി, മിത്രമായിട്ടുള്ള ഭക്തി, മിത്രഭക്തി, ഇങ്ങനെ രണ്ട് വിധത്തിലും ഭക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ സദാസമയവും സ്മരിക്കുക, അദ്ദേഹത്തിൻ്റെ തിരുനാമങ്ങൾ ജപിക്കുക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യങ്ങളൊക്കെ നൽകുക, ഇതൊക്കെ ഭക്തിയുടെ ചില ഭാവങ്ങളാണ്. അതുപോലെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ശത്രുഭക്തിയും മിത്രഭക്തിയും ഉള്ളവർ തമ്മിൽ എന്താണ് വ്യത്യാസം. ശത്രുഭക്തിയുള്ള ഏതാനും ചില ഭക്തന്മാരെയാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഒരിക്കലും ഇങ്ങനെ ത്രിമൂർത്തികൾക്ക്, അതായത് ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ, ഇവരാണല്ലോ ത്രിമൂർത്തികൾ. അവരിങ്ങനെ മഹാവിഷ്ണുവിൻ്റെ തന്നെ ആവാസ കേന്ദ്രമാണ് വൈകുണ്ഠം. അതുപോലെ ഭഗവാൻ മഹാദേവനാണെങ്കിൽ കൈലാസത്തിലാണ്, ബ്രഹ്മാവാണെങ്കിൽ സത്യലോകവുമാണ്. അപ്പോൾ ഈ സപ്തർഷികൾക്ക് മനസ്സിലൊരു തോന്നൽ വന്നിടയ്ക്ക്. സപ്തർഷികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രന്മാരായിട്ടുള്ള 7 മഹർഷിമാരാണ്. അവർക്ക് ഒരു യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ അതിന് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തേടാനായിട്ട്, ബ്രഹ്മാവിൻ്റെ ത്രിമൂർത്തികളുടെ എല്ലാം അനുഗ്രഹം നേടാനായിട്ട് അവരിങ്ങനെ ലോകസഞ്ചാരം നടത്തുക. അപ്പോൾ മഹാദേവനെ കാണണം കൈലാസത്തിൽ പോയിട്ട്, സത്യലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനെ കാണണം, വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ കാണണം. ഇവരുടെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി വേണം ഈ യജ്ഞം നടത്താനെന്ന് തീരുമാനിച്ചു. ആദ്യം അവർ കണ്ടത് ബ്രഹ്മാവിനെ. സത്യലോകത്ത് പോയി ബ്രഹ്മാവിനെ കണ്ടു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യജ്ഞമൊക്കെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ആഗ്രഹം, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം, വരണം, ആ യജ്ഞത്തിലേക്ക് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് തഥാസ്തു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവർ രണ്ടാമത് പോയത് കൈലാസത്തിലേക്കാണ്. കൈലാസത്തിലാണല്ലോ മഹാദേവൻ. മഹാദേവൻ്റെ അടുത്ത് ചെന്നപ്പോഴേ, എന്താ ഈ സപ്തർഷികളെല്ലാവരും കൂടി ഇപ്പോൾ കൈലാസത്തിലേക്ക് വന്നേവോ, എന്താവോ നിങ്ങളുടെ ആവശ്യം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അല്ല, ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം, അത് തന്നെ ആവശ്യം. എന്താ വെച്ചാൽ ഒരു യജ്ഞം നടത്താൻ ഇങ്ങനൊരു മോഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ത്രിമൂർത്തികളുടെയൊക്കെ അനുഗ്രഹം വേണം. അപ്പോൾ ബ്രഹ്മാവിനെ സത്യലോകത്ത് പോയി കണ്ടു, അദ്ദേഹം അനുഗ്രഹമൊക്കെ നൽകി വരാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും വന്ന് പറയുകയാണ്, മഹാദേവ, ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ യജ്ഞത്തിൽ വരണം കേട്ടോ. അങ്ങ് യജ്ഞത്തിൻ്റെ ആ പ്രസാദം, യജ്ഞപ്രസാദം എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് സ്വീകരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. മഹാദേവ ഒരു വിഷമമില്ലാണ്ടാവോ, അതിനെന്താ വിരോധം, ഞാൻ വരാലോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകണം. അവർ നേരെ വച്ച് പിടിച്ച് പോയി കേട്ടോ വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് പോകാൻ, അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് ചെല്ലാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കഥ അവിടെ കുറേ നാളായി ഈ മഹാവിഷ്ണുവിനാണെങ്കിലും ധാരാളം ജോലി തിരക്കൊക്കെ ഉള്ള ആളാണ്. ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും നടത്തുന്ന ത്രിമൂർത്തികളാണ്. അതിൽ സ്ഥിതി, അതായത് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ദേഹികളെ എല്ലാം പരിപാലിക്കുക, സംരക്ഷിക്കുക, അതാ മഹാവിഷ്ണുവിൻ്റെ ജോലി. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾ കൃഷ്ണകൃഷ്ണാന്ന് വിളിക്കുമ്പോൾ വേറൊരാൾ അപ്പുറത്തെ കൃഷ്ണ ഒന്ന് വിളി, എൻ്റെ സങ്കടം തീർത്ത് തരണേ എന്ന് പറഞ്ഞ് മറ്റൊരാൾ വിളിക്കും. ഇങ്ങനെ സദാസമയവും ഈ ഭക്തജനങ്ങളെ ശുശ്രൂഷിക്കലും അനുഗ്രഹിക്കലും അവരുടെ ദുരിതങ്ങൾ തീർക്കലും ഒക്കെ ആയിട്ട് മഹാവിഷ്ണുവിന് നല്ല അസൽ ജോലിയുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒരു അത്ര ബന്ധപ്പാടില്ലാത്ത ദിവസങ്ങൾ മഹാലക്ഷ്മി ഭാര്യയുണ്ടല്ലോ, രുക്മിണി ഉണ്ടല്ലോ കൂടെ, അദ്ദേഹം രുക്മിണിയുമായിട്ട് പകിട കളിക്കാറ് പതിവുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ട് അതിന് സൗകര്യപ്പെടില്ല. അപ്പോൾ ദേവി അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതിരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ തിരക്കുണ്ടോ, നമ്മളിപ്പോൾ ഒരുമിച്ച് പകിട കളിച്ചിട്ട് ഒരുപാട് കാലമായി, പറ്റുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു പകിട കളി അങ്ങോട്ട് നടത്താം. അപ്പോൾ വിഷ്ണു നോക്കിയപ്പോൾ ഇന്നിപ്പോൾ അത്ര വലിയ ബന്ധപ്പാടൊന്നും കാണാനില്ല. ഊണ് കഴിഞ്ഞിട്ട് ഉച്ച ഊണ് അമൃതത്തെ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്തപുരത്തിൽ കടന്നിരുന്ന് ദേവിയുടെ അറയിലിരുന്ന് പകിട കളിക്കാം എന്നോട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ അറയിലേക്ക് മഹാവിഷ്ണു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും പ്രവേശനമില്ല. അതല്ലേ ഒരു മര്യാദ. അവർ ഭാര്യയും ഭർത്താവും അവിടെ ഇരുന്നിട്ട് സ്വൈരസല്ലാപം നടത്തിക്കോട്ടെ എന്നേ കരുതുള്ളൂ ആരും.
കാവലും നിൽക്കുക. അപ്പം അന്ന് പ്രത്യേകിച്ച് കൃഷ്ണന് തോന്നി, ഇനിയിപ്പോൾ കൃഷ്ണനെ വിളിച്ച് അങ്ങോട്ട് ഓടി വരണ്ട, അതുകൊണ്ട് ആര് വന്നാലും കടത്തി വിടണമെന്ന് കാവൽക്കാരായിട്ടുള്ള ജയൻ, വിജയൻ എന്ന 2 പേരാണ് അവരെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അപ്പോൾ ഈ കഥയിൽ ഒരു വ്യത്യാസം കാണാനുണ്ട്. ചില പുരാണങ്ങളിൽ സനകാദി മഹർഷി, സനകാദികളാണ് വരുന്നത്. സനകൻ, സദാനന്ദൻ, സനകൻ, സനാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 4 ഋഷിമാരുണ്ട്. അവർക്ക് ഇന്നും 6 വയസ്സായ ആൺകുട്ടികളുടെ പ്രായം. അവർക്ക് പ്രത്യേകിച്ച് വലിയ വികാരങ്ങളൊന്നുമില്ല. നഗ്നരൂപികളായിട്ടാണ് അവരുടെ യാത്ര തന്നെ. വലുതാവലൊന്നുമില്ല. ഏത് സമയവും ആധ്യാത്മിക കാര്യം മാത്രമേ ഉള്ളൂ. ഒരു തരം സന്യാസ ജീവിതം പോലെയാണ് അവരുടെ. അപ്പോൾ അവരാണ് മഹാവിഷ്ണുവിനെ കാണാനായിട്ട് ചെന്നത് എന്ന് ഒരു പുരാണത്തിൽ പറയുന്നുണ്ട്. അതേസമയം അഗ്നിപുരാണം അങ്ങനെയുള്ള മറ്റ് ചില പുരാണങ്ങൾ 18 ഉണ്ടല്ലോ. ഗരുഡ പുരാണം, വിഷ്ണു പുരാണം, നാരദ പുരാണം, ഭാഗവതം തുടങ്ങിയ പുരാണങ്ങൾ. അതിൽ മറ്റ് ചില പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് സപ്തർഷികളാണ് മഹാവിഷ്ണുവിനെ കാണാൻ ചെന്നതായിട്ടാണ്. ചില പുരാണങ്ങളിൽ സനകാദികളാണ് എന്നും പറയുന്നത്. ആരായാലും മഹാവിഷ്ണുവിനെ കാണാനാണ് ചെന്നത്. കാവൽക്കാർ ജയനും വിജയനും പേരുള്ള 2 പേരായിരുന്നു തന്നെ. അപ്പോൾ അവർ പറഞ്ഞു, മഹാവിഷ്ണു ഒന്ന് പോയിരിക്കണത് അന്തപുരത്തിലേക്ക് ദേവി ഒരുമിച്ച് സല്ലപിക്കാനാണല്ലോ. അവരുടെ ആ സ്വകാര്യതയിലേക്ക് ആരെയും കടത്തിവിടണ്ട എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് അവർ വിജയന്മാർ പറഞ്ഞത്. അയ്യോ ഭഗവാൻ ഇന്നിപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തിവിടണ്ടെന്നാണ് പറഞ്ഞേക്കണം, ഇത്തിരി കഴിയട്ടെ, അതിന് തന്നെ ഇപ്പം ഇങ്ങോട്ട് വരും, അപ്പം കാണാം, അതുവരെ വിശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ഈ കഥയിൽ ഇപ്പോൾ സപ്തർഷികളെ പറ്റി തന്നെ പറയാം. മരീചി എന്ന് പറയുന്നൊരു മഹർഷി ഉണ്ട് കേട്ടോ. സപ്തർഷികളിൽ അങ്കിരസ്, അത്രി, വസിഷ്ഠൻ അങ്ങനെയൊക്കെയുള്ള മഹർഷിമാരുണ്ട്. അതിൽ ഈ മരീചി മഹർഷിക്ക് ഇത്തിരി ശുദ്ധി കൂടുതലാണ്, ഭൃഗു മഹർഷിക്കുമൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കാത്തിരിക്കേ, ഭഗവാനെ കാണാൻ വന്നാൽ ഞങ്ങൾക്ക് എന്തത് കാത്തിരിക്കൽ, ഇത്തിരി നേരം ഒന്ന് കാത്തിരിക്കുന്നേ എന്ന് പറഞ്ഞു. എന്തിനു പറയണോ, ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല, ഞങ്ങളങ്ങോട്ട് കടക്കുക എന്ന് പറഞ്ഞു. ഇത്തിരി ഇതായിട്ട് കടക്കാൻ പോയി. അവരങ്ങൾ തടുക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞാൽ അപ്പുറം എന്താ, ഞങ്ങൾക്ക് ഭഗവാൻ പറഞ്ഞാൽ ഞങ്ങളെ കടത്തി വിടണ്ടാതെ ഞങ്ങൾ കടത്തി വിടില്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ടും പിടിയും വലിയും ഉന്തും തള്ളുമൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തിനു പറയണു, ഈ സപ്തർഷികളിൽ മരീചി മഹർഷി ഇവരെ 2 പേരെ അങ്ങോട്ട് ശപിച്ചു. ഈ കാവൽക്കാരായ, വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായ ജയവിജയന്മാരെ ശപിച്ചത് എങ്ങനെയാണ്? നിങ്ങളിതുവരെ ഭക്തി എന്താണ്, നിങ്ങൾ വലിയ വിഷ്ണു ഭക്തന്മാരാവണം അല്ലേ, ഭക്തന്മാരാണ് അല്ലേ, ഇതപ്പം കണ്ടോളൂ നിങ്ങളുടെ വിഷ്ണു ഭക്തി. ഞാനത് ഇപ്പം നിങ്ങളുടെ ഭക്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റും. ഇപ്പോഴത്തെ ഈ മിത്രഭക്തി ഉണ്ടല്ലോ, അത് എപ്പം മാറ്റി നിങ്ങളെ ശത്രുഭക്തിയിലേക്ക് മാറ്റാൻ പോവുക എന്ന് പറയല്ല. കമണ്ടലുവിൽ നിന്നും വെള്ളം എടുത്തിട്ട് 2 പേരുടെയും ദേഹത്തേക്ക് അങ്ങോട്ട്. എന്തായിരുന്നു എന്ന് ശാപം? 3 പ്രാവശ്യം നിങ്ങളുടെ വലിയ ഭക്തനല്ലേ മഹാവിഷ്ണു, അദ്ദേഹം പറഞ്ഞ് കേട്ടോണ്ടല്ലേ ഇവിടെ നിൽക്കണേ, ഇതിന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും. എങ്ങനെ? 3 പ്രാവശ്യം നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരായിട്ട് ജനിക്കണം. ആ 3 പ്രാവശ്യവും നിങ്ങളെ മഹാവിഷ്ണു തന്നെ അവതാരം എടുത്തു കൊല്ലും. നിങ്ങളുടെ ഭഗവാനോടുള്ള വലിയ ഭക്തി എന്ന് കാണട്ടെ എന്നും പറഞ്ഞങ്ങോട്ട് ശപിച്ചു. ശാപിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ, അയ്യോ അരുത് മഹാമനെ അരുത്, ഞങ്ങൾക്ക് ശാപമോക്ഷം തരണം, ഞങ്ങൾക്ക് ശാപമോക്ഷം തരണം എന്നും പറഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി മഹർഷിമാരുടെ. അപ്പോഴേക്കും ആകെ ഈ ഉന്തും തള്ളും പിടിയും വലിയ ശബ്ദവും ബഹളമൊക്കെ കേട്ട് കൃഷ്ണൻ മഹാവിഷ്ണു അന്തപുരത്തിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോഴത്തേക്കും ജയവിജയന്മാർക്ക് ശാപമേറ്റു കഴിയും. അവർ ശാപമോക്ഷത്തിന് വേണ്ടി തൊഴുതു പിടിച്ച് നിൽക്കുക. അപ്പോൾ പറഞ്ഞു, ഇവർക്ക് വല്ലാത്ത ഭക്തി മഹാവിഷ്ണുവിനോട്. എന്താ, അങ്ങയോട് ഞങ്ങൾക്കൊക്കെ ഇല്ലേ ഭക്തി, ഞങ്ങളത് അങ്ങയെ ഒന്ന് കാണണം, വണങ്ങണം എന്ന് കരുതി വന്നിട്ട് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശപിച്ചത്. 3 പ്രാവശ്യം ഇവർ അസുരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കണം. അതാണ് ശാപം. ശാപമോക്ഷത്തിന് അപേക്ഷിച്ച് നിൽക്കുക. അപ്പം ഇത്ര വലിയ ഭക്തനായിട്ടുള്ള മഹാവിഷ്ണു തന്നെ നിങ്ങളെ അങ്ങോട്ട് വധിക്കട്ടെ, അതാണ് ശാപമോക്ഷം എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ അവർ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന് പറയുന്ന 2 അസുരന്മാരായിട്ട്
അവർക്ക് ഒരു സഹോദരിയും കൂടി ഉണ്ടായി. അവരും അസുര സ്ത്രീ തന്നെ. അവരുടെ പേര് ഹിരണി. ഒരു അസുരന്മാരായിട്ട് ജനിച്ചു. അസുരന്മാരുടെ സർവത്ര കുതന്ത്ര ബുദ്ധികളും ആ ക്രൂര മനസ്സുമൊക്കെ ആയിട്ട് ജീവിച്ചു. അതേസമയം ഇവർക്ക് ഭഗവാനൊന്ന് വന്ന് ഞങ്ങളെ കൊന്നെങ്കിൽ ഭഗവാനെതിരായിട്ടാണ് ഇവരുടെ പ്രവർത്തികൾ. ആദ്യത്തെ ആൾ, അതായത് ഹിരണ്യാക്ഷൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു ഭാര്യയാണ് ഭൂമിദേവി. ആ ഭൂമിദേവി അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സമുദ്രത്തിൽ പോയി അങ്ങോട്ട് ഒളിച്ചു. കാണട്ടെ, മഹാവിഷ്ണുവിന് ഭൂമിദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് കൂടെ നടന്നു പോയി, ഒഴുകി ഒക്കെ നടന്നു നോക്കി. എന്താ കാര്യം? കണ്ടിട്ട് വേണ്ടേ? കാണാൻ തന്നെ ഇല്ല. ഒടുക്കം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സമുദ്രത്തിനടിയിൽ പോയി ഒളിച്ചിരിക്കണം. അത് ശരി, വലിയ അദ്ദേഹം അവതാരം എടുത്തു. എങ്ങനെ? വരാഹമൂർത്തിയായിട്ട് അവതാരം എടുത്തത് ഈ ഹിരണ്യാക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ സമുദ്രത്തിന് അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നത്. ഭൂമിദേവിയാണെങ്കിൽ സങ്കടപ്പെട്ട് തൻ്റെ ആര്യപുത്രനെ മഹാവിഷ്ണുവിനെ വിളിച്ച് കരയാണ്, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. മഹാവിഷ്ണു വേഗം അങ്ങോട്ട് ചെന്നു. ഒരു വരാഹമൂർത്തിയുടെ രൂപത്തിൽ, അവതാരത്തിൽ, അവതാരങ്ങളിൽ ഒരവതാരമാണ് വരാഹാവതാരം. ആ വരാഹാവതാരത്തിൽ അവിടെ ചെന്ന് സമുദ്രത്തിനടിയിൽ വെച്ചിട്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്തു, ഹിരണ്യാക്ഷനും വരാഹവും. അങ്ങനെ ക്രീഡാവരാഹമൂർത്തിയായിട്ട്, അതായത് വരാഹമൂർത്തിയായിട്ടുള്ള കളിയിൽ സമുദ്രത്തിൽ ചെന്ന് ഹിരണ്യാക്ഷനെ അങ്ങ് വധിച്ച് ഭൂമിദേവിയെ സ്വതന്ത്രമാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഈ വിവരം കണ്ട് കേട്ട വഴിക്ക്, അതിനു വേണ്ടി ഒരു അവതാരം എടുത്തു ഭഗവാൻ. കേട്ട വഴിക്ക് പിന്നെ ഹിരണ്യകശിപു തൻ്റെ ജ്യേഷ്ഠനെ വധിച്ചാളിഞ്ഞ് വച്ചേക്കാൻ പറ്റുമോ എന്ന് കരുതി ചെയ്യാവുന്ന എല്ലാവിധ മഹാവിഷ്ണുവിനോട് എതിര് തന്നെ. അത് നാരായണ എന്ന് തൻ്റെ രാജ്യത്തിൽ ഒരാൾ വേണ്ടിയിട്ടുണ്ട് അയാളുടെ തല വെട്ടും. ആ വിധത്തിലായി. അതീവ വിഷ്ണു ഭക്തയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കായാവു ഗർഭിണിയായിരിക്കുമ്പോൾ ഹിരണ്യകശിപിന് ഒരു യുദ്ധത്തിന് പോകേണ്ടി വന്നു ദേവലോകത്തേക്ക്. ആ സമയത്ത് എന്തു ചെയ്തു? ഈ കായാവുവിനെ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയാക്കി. ആ ആശ്രമത്തിൽ, മഹർഷിയുടെ ആശ്രമത്തിൽ എല്ലാ സമയവും ഭഗവത് പൂജകളും നിവേദ്യങ്ങളും നാരായണ സദാ തൻ്റെ വീണയും കൊണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു നടക്കണം മഹർഷി. അത് തന്നെ കേട്ട് ഗർഭസ്ഥ ശിശു പഠിച്ചതെന്താ? നാരായണായ നമ, ഓം നമോ നാരായണായ നമ, ഓം നമോ നാരായണായ നമ. ഇങ്ങനെ കേട്ട് കുട്ടി അത്യന്തം വിഷ്ണു ഭക്തനായി തീരുകയും ചെയ്തു. ഇത്രമാത്രം വിഷ്ണുവിനെ ദ്രോഹിക്കുന്ന ഈ ഹിരണ്യകശിപിന് എങ്ങനെ വിഷ്ണുഭക്തനായൊരു പുത്രനുണ്ടായി? അതൊരു ഭാഗ്യല്ലേ, മഹാഭാഗ്യല്ലേ എന്നൊരിക്കൽ ചോദിക്കുകയുണ്ടായി ഭഗവാനോട് തന്നെ. ഒരിക്കൽ നാരദ മഹർഷി ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഏത് സമയം അങ്ങേ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. വിഷ്ണുവിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊക്കെ. എന്നിട്ട് എന്തെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു തവണ ഞാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായ പ്രഹ്ലാദനെ ഇതായിട്ട് നരസിംഹാവതാരത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് നാരായണീയമുണ്ട്. ക്വസൗ ഹരീരിതി എവിടെയാ വിഷ്ണു എന്നും ചോദിച്ചുകൊണ്ട് സർവ്വദിക്കിലും ഓടി നടന്നിട്ടാണ് ഈ നരസിംഹാവതാരത്തിന് മുൻപായിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലണേ. അപ്പോൾ ഈ മഹാവിഷ്ണു നോക്കിയിട്ട് ഹിരണ്യകശിപു ഇങ്ങനെ ഒളിച്ചിരിക്കുക. പല ദിക്കിലും ഒളിച്ചിരുന്നു. എവിടെ ഒളിച്ചിരുന്നാലും വിഷ്ണു കണ്ടെത്തി പിടിച്ചിപ്പോൾ കൊല്ലുന്നു തോന്നി. അങ്ങനെ ഇരിക്കെ നേരത്തെ ഈ ജ്യേഷ്ഠനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്നും അങ്ങും വഴക്കാണല്ലോ, ഈ മഹാവിഷ്ണുവായിട്ടും ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും. അപ്പോൾ ഹിരണ്യകശിപു ഒളിച്ചിരിക്കാൻ എങ്ങും സ്ഥലം കാണാത്തതുകൊണ്ട് ഭഗവാന്റെ തന്നെ ഹൃദയത്തിൽ കയറിയായിരുന്നു. മായാജാലക്കാരല്ലേ അസുരന്മാരൊക്കെ. കൃഷ്ണന് പെട്ടെന്ന് ഒരു കെടുങ്ങൽ പോലെ, ഒരു വിറയൽ പോലെ. നോക്കുമ്പോൾ എന്താ,
ഹൃദയത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുക ഹിരണ്യകശിപു. അങ്ങനെ വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രാവശ്യം പ്രവേശിക്കാൻ സാധിച്ചു ഹിരണ്യകശിപുവിന്. അതുകൊണ്ടാണ് വിഷ്ണുഭക്തനായ പുത്രൻ അദ്ദേഹത്തിനുണ്ടായത് എന്നൊരു പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹിരണ്യകശിപുവിനും പ്രഹ്ലാദൻ്റെ കഥയാണ് ഇനി. ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഇങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മഹാവിഷ്ണുവിനെ ആ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപുവും തപസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ തപസ് ചെയ്ത് ഒരുപാട് വരദാനം ഒക്കെ നേടി. ഹിരണ്യകശിപു നേടിയ വരദാനങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു വധിച്ചതെന്നും അതിനു വേണ്ടി എടുത്ത അവതാരം എന്താണെന്നും ഒക്കെ ഞാൻ അടുത്ത ദിവസം പറയാം. ഇന്ന് ഈ കഥ, അതായത് ശത്രുവും മിത്രവും, അതാണ് ഈ കഥയുടെ പേര്. ആ ശത്രുവും മിത്രവും എന്ന കഥയിൽ ആദ്യം ശത്രുഭക്തി കാണിച്ചിരുന്ന ഹിരണ്യാക്ഷനെ വധിച്ചു വരാഹമൂർത്തിയായിട്ട്. രണ്ടാമത് ഹിരണ്യകശിപുവിനെ വധിക്കാൻ മറ്റൊരവതാരം എടുത്തു മഹാവിഷ്ണു. ആ കഥ ഞാൻ അടുത്ത ദിവസം പറയാം. ഇന്നിതാ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. ഞാൻ എന്നെ ഓർക്കൂലോ, ഞാൻ മാലതി വാര്യർ. എൻ്റെ ഫോൺ നമ്പർ 9447443634. ഇരിക്കട്ടെ, ഞാൻ പറയാം. വല്ലപ്പോഴും ഒക്കെ നമുക്ക് അങ്ങ് വിളിച്ച് വല്ല വർത്താനൊക്കെ പറയാലോ. ഞാൻ മാലതി വാര്യർ.